ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മട്ടർ പനീർ മസാലയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു സവാള, ഒരു വലിയ സവാള വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 2 തക്കാളി വേണം, ഇല്ലെങ്കിൽ ഒരു വലിയ തക്കാളി വേണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 2 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഈ കറിക്കകത്ത് കാഷ്യൂ നട്ട്സോ അല്ലെങ്കിൽ ക്രീമോ അതൊന്നും ചേർക്കുന്നില്ല. നമുക്കൊരു സിമ്പിളായിട്ട് ഒരു പനീർ മട്ടർ മസാല എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത്. ഇത് വളരെ ടേസ്റ്റിയും നല്ലൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ രുചിയുള്ളൊരു പനീർ മട്ടർ മസാലയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ചൂടായിട്ടുള്ള ഒരു പാത്രം നമുക്ക് ഗ്യാസിലേക്ക് വെക്കാം. അതിനുശേഷം ആ പാത്രം നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല, സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുക. സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. സൺഫ്ലവർ ഓയിൽ ഞാനിവിടെ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ഞാനിവിടെ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. സവാള ഞാനിവിടെ വലിയ കഷ്ണങ്ങളായിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ അവസാനം ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഇതൊന്ന് നമ്മൾ മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അത് കാരണം സവാള നല്ല വലിയ കഷ്ണങ്ങളായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സവാള ഇട്ട് കൊടുക്കുക. സവാള ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു മിനിറ്റ് കഴിയുമ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ ഒരു 2 ചെറിയ പച്ചമുളകാണ്. ആ 2 ചെറിയ പച്ചമുളകും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 2 മിനിറ്റോളം ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ ഞാൻ ഫ്ലെയിം ഒരുപാടങ്ങ് ലോ ഫ്ലെയിമിലല്ല വെച്ചിരിക്കുന്നത്, ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലതുപോലെ ഒന്ന് വാടി കിട്ടും. ഇപ്പോൾ സവാളയുടെ എല്ലാം ഒരു നിറമെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്, ഒന്ന് ചെറുതായിട്ട് അതൊന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു വലിയ തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതാണെങ്കിൽ നമ്മൾ 2 തക്കാളി ചേർത്ത് കൊടുക്കണം. ഇവിടെ ഇപ്പോൾ നല്ല വലിയൊരു തക്കാളി ആയത് കാരണം ഞാൻ ഒരു വലിയ തക്കാളി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വലിയ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം നമുക്ക്. ഇനി തക്കാളി പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ടും ഇതെല്ലാം ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വരെ നമുക്ക് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു 3 മിനിറ്റോളം നമുക്ക് ഈ തക്കാളി വെന്ത് വരാനായിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒന്ന് മൂടി തുറന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ച് നമുക്ക് വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ തക്കാളി എല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ആ ഒരു തവിയുടെ ബാക്ക് സൈഡ് വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ആ തക്കാളിയുടെ തൊലി വിട്ട് വരുന്നൊരു പരുവമാണ് അതിൻ്റെ ആ ഒരു വേവുന്ന ടൈം. ഇവിടെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ തക്കാളി എല്ലാം പെട്ടെന്ന് തന്നെ സോഫ്റ്റായി വന്നോളും. നമ്മൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ല വഴറ്റി ചേർക്കുന്ന കാരണം നല്ല കറിക്ക് നല്ല രുചിയായിരിക്കും. നമ്മൾ പച്ചയ്ക്ക് അരച്ച് ചേർത്തിട്ട് വഴറ്റുന്നതിനെക്കാട്ടിലും ഓൾറെഡി ഇതെല്ലാം ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം സവാളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്, എല്ലാത്തിൻ്റെയും പച്ചമണം മാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ഒരു മിക്സ് നമുക്ക് മിക്സിയുടെ ജാറിനകത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ ആ ഒരു മിക്സ് ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു ഓറഞ്ച് കളറിലാണ് ആ ഒരു മിക്സ് ഇരിക്കുന്നത്. ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് അതിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ബാക്കി കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം.
നമ്മൾ സവാളയെല്ലാം വഴറ്റിയ അതേ സെയിം പാനിൽ തന്നെയാണ് നമ്മൾ ബാക്കി മസാല ഇവിടെ ഞാൻ ഉണ്ടാക്കുന്നത്. ആ പാൻ നന്നായിട്ട് വീണ്ടും ചൂടായി വരുന്ന സമയത്ത് ഞാൻ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലിൽ തന്നെയാണ് മൊത്തം കുക്ക് ചെയ്യുന്നത്. ഇനി ആ എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറിയ ജീരകം ഒന്ന് പൊട്ടി വരണം. പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. മുളക് പൊടി ഇനി നന്നായി മൂത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്തതിന് ശേഷം മാത്രമാണ് ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്യുന്നത്. ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക്. ഇപ്പം നമ്മൾ ആ ഒരു തക്കാളിയുടെയും സവാളയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം പ്യൂരിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് മുളക് പൊടിയുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത്, മുളക് പൊടിയും ജീരകവും എല്ലാം കൂടെ ചേർത്ത എണ്ണയിൽ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. 1 മിനിറ്റ് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി മസാലപ്പൊടികൾ, അതായത് നമ്മുടെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ, അതിനുശേഷം പ്യൂരി ചേർത്തിട്ടുണ്ട്. അതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഞാനിനി നമ്മളെടുത്ത് വെച്ചേക്കുന്ന മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നല്ലതുപോലെ അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് ഈ മസാലയിൽ ഇപ്പോൾ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട്. നമ്മുടെ ഈ ഒരു മിക്സിൻ്റെ പകുതിയാവണം, അതായത് ഈ ഒരു ഓറഞ്ച് കളർ മാറിയിട്ട് നല്ലൊരു റെഡ് കളർ ആകുന്നത് വരെ നമ്മൾ ഈ മസാല നല്ലതുപോലെ മുറിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഏകദേശം ഒരു 5 മിനിറ്റോളം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക, ഇല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോഴത്തേക്ക് ഈ മസാലയുടെ എല്ലാ കളറ് മാറി ഒരു റെഡ് കളറിലേക്ക് ആകാം. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചേർത്ത മസാലകളെല്ലാം നല്ലതുപോലെ മുരിഞ്ഞ് ഒരു ബ്രൗൺ കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പം എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളിട്ട് ചേർത്ത പൊടികളുടെ എല്ലാം പച്ചമണം എല്ലാം മാറി എല്ലാം നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 200 ഗ്രാം പനീർ, ഞാനിപ്പോൾ ഫ്രോസൺ പനീറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളല്ലാത്ത പനീർ, നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പനീറാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർക്കുന്നതിന് മുമ്പ് കുറച്ച് നേരം ചൂടുവെള്ളത്തിലിട്ടതിന് ശേഷം മാത്രം ഇതിലേക്ക് ചേർക്കുക. അപ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 200 ഗ്രാംസ് പനീർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ എണ്ണയെല്ലാം നല്ലതുപോലെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ചേർത്തേക്കുന്ന പനീറെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഏകദേശം 1 കപ്പ് അടുപ്പിച്ച് വെള്ളം ഞാനിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. അത് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു പനീർ വേവാൻ വേണ്ടിയിട്ട് ഒരു 5 to 6 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ പനീറെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്, എണ്ണയെല്ലാം നല്ലതുപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ്, ആ ഉപ്പും എരിവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് മൊത്തത്തിലൊന്ന് നമുക്ക് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 1/2 ടീസ്പൂൺ പഞ്ചസാര ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നല്ല മണത്തിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഗരം മസാല ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ്, ആ ഗ്രീൻ പീസും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ പീസ്, നിങ്ങൾ ഫ്രോസൺ ഗ്രീൻ പീസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ പനീർ ഇട്ട സമയത്ത് തന്നെ ആ ഗ്രീൻ പീസും കൂടെ ചേർത്ത് വെച്ചിട്ട് വേണം നമ്മൾ വേവിക്കാനായിട്ട്. ഇപ്പം ഞാൻ ഓൾറെഡി ഇത് വേവിച്ച് വെച്ചേക്കുന്ന ഗ്രീൻ പീസ് ആയതുകൊണ്ടാണ് അവസാനം ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്, ഗരം മസാലയുടെ എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗ്രീൻ പീസ് എല്ലാം ചേർത്തിട്ടുണ്ട്. ഇതിലേക്കിനി അവസാനമായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് കുറച്ച് മല്ലിയിലയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ഒന്ന് ഇട്ടേക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഇപ്പം നമ്മുടെ കറിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. മൂടി തുറന്ന് നോക്കുമ്പോൾ എണ്ണയെല്ലാം നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഗരം മസാലയുടെ എല്ലാം നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സുമായിട്ട് ഈ റെസിപ്പി ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് അടുത്തൊരു റെസിപ്പിയായി ഇനിയും കാണാം.